പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ് ക്രമസമാധാന പാലകർ. നിർഭാഗ്യവശാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെല്ലാം തന്നെ വില്ലൻ സ്ഥാനത്തുള്ളത് പോലീസാണ്. കാരണം പോലീസിൻ്റെ ക്രൂരതകളാണ് ഇപ്പോൾ വരുന്നത്. അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വേട്ടയാണ് യഥാർത്ഥത്തിൽ പൗരൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവന് പോലും ഭീഷണി. അത്തരത്തിലുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കുന്നംകുളത്തുണ്ടായത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. 2023 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി പോലീസ് വിചാരണ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യം CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവകാശം നൽകിയിട്ടുള്ളത്? കൃത്യമായി തന്നെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രീയ രീതികളുണ്ട്. ആ ശാസ്ത്രീയ രീതികൾ അവലംബിക്കാതെ കൃത്യമായി വളരെ പ്രാകൃതമായ രീതിയിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് പോലീസ് എങ്ങനെയായിരുന്നു ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങളെ വേട്ടയാടിയിരുന്നത്, അതിൽ നിന്ന് ഒരു മാറ്റം പോലും അണുവിട ചലിക്കാൻ ഇപ്പോഴും പോലീസ് തയ്യാറാവുന്നില്ല. പോലീസിൻ്റെ ഒരു പ്രബല വിഭാഗം, നമുക്കറിയാം, പോലീസിനെ കുറിച്ച് ആളുകൾക്കുള്ള ഒരു ധാരണ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഇങ്ങനൊരു ഭയം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കാരണം കാലം ഒരുപാട് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളം പോലുള്ള സ്ഥലത്ത് അത്രത്തോളം പ്രബുദ്ധ ജനത എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു. പരിഷ്കരണവാദങ്ങൾ ഉണ്ടായി വരുന്നു. ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ പരിഷ്കരണവും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഒരുപാട് സാമൂഹ്യപരമായ മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പോലീസ് ഭരണകൂടം യഥാർത്ഥത്തിൽ ജനങ്ങളെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഭയപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പോലീസിനെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ. കാരണം ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷന് പിന്നാലെ തൃശ്ശൂരിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയെ ഇതുപോലെ തന്നെ പോലീസ് മർദ്ദിക്കുന്നതാണ്. ഇത് ഒരു പുതിയ സംഭവമല്ല. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് പുലിക്കോടനും ജയറാം പടിക്കലും ലക്ഷ്മണയും എല്ലാം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ 70കളിൽ ചെയ്തു കൂട്ടിയതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഉരുട്ടിക്കൊല. രാജൻ ഇപ്പോഴും കാണാമറയത്താണ്. രാജൻ എന്ന യുവാവിനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പോലീസ് എന്തു ചെയ്തു എന്നുള്ള കേരള മനസാക്ഷിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും പകച്ചു നിൽക്കാൻ മാത്രമാണ് നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നത്. അല്ലെങ്കിൽ അവരതിനെ മൗനം തുടർന്നുകൊണ്ട് അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ രാജനെക്കുറിച്ച് കഥകളിൽ മാത്രമാണ് വാർത്തകളിൽ മാത്രമാണ് നമ്മൾ രാജനെക്കുറിച്ച് കേട്ടത്. ഈശ്വരവാര്യർ അതിനുവേണ്ടി ഒരുപാട് നീക്കങ്ങൾ നടത്തി. കേരളത്തിൻ്റെ ഒരു കണ്ണീർ പൊട്ടായി രാജൻ മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വർഗീസിനെ വെടിവെച്ച് കൊന്നത്, നക്സൽ പ്രവർത്തകനായ വർഗീസിനെ വയനാട്ടിൽ വെടിവെച്ച് കൊന്നത്, ആ വെടിവെച്ച് കൊന്നത് ഒരു ഏറ്റുമുട്ടലാണെന്ന് ആക്കിയെടുത്തു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചത് പോലീസും ഭരണകൂടവുമായിരുന്നു. പിന്നീട് രാമചന്ദ്രൻ നായർ എന്ന കോൺസ്റ്റബിൾ തുറന്നു പറയേണ്ടി വന്നു. ഏറ്റുമുട്ടലല്ല ഉണ്ടായിട്ടുള്ളത്, മറിച്ച് അവിടെ ഒരു പാറയുടെ മുകളിൽ കയറ്റി നിർത്തി പോലീസ് വെടിവെക്കുകയായിരുന്നു. തന്നോട് വെടിവെക്കാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യും എന്ന് ലക്ഷ്മണ ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയ ഇത് ആണ് പിന്നീട് രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലുണ്ടായത്. ഈ ലക്ഷ്മണയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ ജയറാം പടിക്കൽ, പുലിക്കോടൻ്റെ നമുക്കറിയാം, പുലിക്കോടൻ ഏറ്റവും കുപ്രസിദ്ധനായിരുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഈ സാമൂഹ്യ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും വിഭിന്ന അഭിപ്രായമുള്ള ആളുകളെ യാതൊരു മനസാക്ഷിയുമില്ലാതെ കെട്ടിത്തൂക്കാൻ മടിയില്ലാത്ത ആളായിരുന്നു. ആ രീതിയിൽ മർദ്ദിച്ച് അവശരാക്കുകയും ജീവിക്കാൻ പോലും നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം എത്രയോ യൗവനങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു. എത്രയോ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞ യൗവനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഈ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ പോലീസിൽ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്ത് മാറ്റമാണ് പോലീസിലുണ്ടായിട്ടുള്ളത്? പോലീസ് ഇപ്പോഴും സംഘടിതരും സായുധരുമായ ക്രിമിനൽസ് ആണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ അവസാനം കുന്നംകുളമാണെങ്കിലും പീച്ചി ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു SFI നേതാവിനെ പോലീസ് ഇതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ 3.25 കോടി ജനങ്ങളിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ പോലീസിൽ നിന്ന് മോശം അനുഭവമില്ലാത്ത എത്ര പൗരന്മാരുണ്ടാവും കേരളത്തിൽ? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് അതിഭീകരമായി വേട്ടയാടിയെന്ന് നമുക്കറിയാം. നിലത്തിട്ട് ചവിട്ടി എന്ന അദ്ദേഹം ആ നിയമസഭാ പ്രസംഗത്തിൻ്റെ രേഖകൾ ഇപ്പോഴുമുണ്ട്. ആ രേഖകൾ പരിശോധിച്ചാൽ അന്ന് പിണറായി വിജയനെ എങ്ങനെ വേട്ടയാടി പോലീസ് എന്നുള്ളത് വ്യക്തമാണ്. അതേ പിണറായി വിജയനാണെന്ന് ആഭ്യന്തരമന്ത്രി എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇവിടെ പോലീസിൻ്റെ മൊറാൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിമർശിക്കാതെ, പോലീസിനെ നിലക്കി നിർത്താതെ എത്ര കാലം ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന 2023 നടന്നിരിക്കുന്ന ഈ സുജിത്ത് എന്ന യുവാവിന് നേരെ നടന്നിരിക്കുന്ന ആക്രമണം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് സംഘടിതമായി ആക്രമിക്കുകയാണ്. കാരണം അവർ സംഘടിതരും സായുധരുമാണ്. പോലീസിനെ അതുകൊണ്ട് തന്നെ ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. കാരണം പോലീസിൻ്റെ യഥാർത്ഥത്തിലുള്ള ജോലി ജനങ്ങളെ മർദ്ദിക്കുകയും അടിക്കുകയുമല്ല, പ്രതികളെ
ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള, അതും കടുത്ത മർദ്ദനമുറകളല്ല ഉപയോഗിക്കേണ്ടത്. അത് ആ പരിഷ്കൃത ലോകം അതെല്ലാം കൈവെടിഞ്ഞ് പുതിയ രീതിയിലേക്കുള്ള അന്വേഷണ രീതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മൾ കണ്ടതാണ്. എത്ര പേരെ, ഇപ്പോൾ വരാപ്പുഴ ശ്രീജിത്തിനെ കൊലപ്പെടുത്തി, കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. പാലക്കാട് സമ്പത്ത് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് ഫോർട്ട് കൊച്ചിയിലുണ്ടായ ഉദയൻ എന്ന ചെറുപ്പക്കാരനെ ഉരുട്ടി കൊലപ്പെടുത്തി. അതിൻ്റെ മാതാവ് എത്രയോ കാലം നിയമയുദ്ധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് പോലീസിനെതിരെ. 2013 തോന്നുന്നു ശ്യാം ബാലകൃഷ്ണൻ എന്ന യുവാവിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു അതിക്രമ പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ഇയാൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പറ്റം ആളുകൾ, വയനാട്ടിലുള്ള വെള്ളമുണ്ടയ്ക്കടുത്തുള്ള വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബൈക്കിൽ വരുന്നത് പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയും ഇവർ മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹം ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ മകൻ കൂടിയായിരുന്നു ശ്യാം ബാലകൃഷ്ണൻ. അദ്ദേഹം കോടതിയെ സമീപിച്ചു അദ്ദേഹത്തിന് മാവോയിസ്റ്റ് എന്ന മുദ്രകുത്തുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, മാവോയിസം എന്ന ആശയത്തിൽ വിശ്വസിക്കാം, പക്ഷേ അത് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടമോ യുദ്ധം ചെയ്യാനോ ഇറങ്ങുമ്പോൾ മാത്രമാണ് അയാൾ കുറ്റക്കാരനാകുന്നത് എന്നുള്ളൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ സംശയമുള്ളവരെയും നിരപരാധികളെയും എല്ലാം തന്നെ വേട്ടയാടാനുള്ള ഒരു സംവിധാനം പോലീസിൻ്റെ അടുത്തത് കേരള പോലീസ് മാത്രമല്ല. പക്ഷേ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിർഭാഗ്യവശാൽ ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു ചെറിയ കേസിന് പോലും അതിക്രൂരമായി ആളുകളെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനുള്ള അവകാശം യഥാർത്ഥത്തിൽ പോലീസിന് നൽകിയിട്ടുള്ളത് ആരാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം 2011 തോന്നുന്നു, 2011 കേരള പോലീസിൻ്റെ സ്ഥാപനത്തെയും നിയന്ത്രണങ്ങളെയും അധികാരങ്ങളെയും ചുമതലകളെയും സംബന്ധിച്ചുള്ള നിയമമാണ് 2011 കേരള പോലീസ് ആക്ട്. 2020 ഇത് ഭേദഗതി വരുത്തി, ഓർഡിനൻസിലൂടെ ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമം ഭീഷണിപ്പെടുത്തൽ, അപമാനിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇത് പോലീസിന് കൂടി ബാധകമാണ്. പോലീസ് ആളുകളെ ആക്രമിക്കുന്നതും ആ ഒരു ക്രിമിനലുകളെ പോലെ പോലീസ് പെരുമാറുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഈ പരിഷ്കരണം, അതായത് ഈ 2020 ഈ ഒരു ഭേദഗതി വരുത്തിയതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തലും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തലും അപമാനിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പോലീസിന് കൂടി ബാധകമാണ്. എത്ര പോലീസുകാർ ഇതിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ചുരുക്കം ആളുകളാണ് ഇതിൽ. ലക്ഷ്മണ പോലും നമുക്കറിയാം, അത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്ത ലക്ഷ്മണ ജയിലിൽ കിടന്നു. പിന്നീട് ജയിലിൽ സീനിയർ സിറ്റിസൺ എന്ന പരിഗണന നൽകിക്കൊണ്ട് ലക്ഷ്മണയെ വിട്ടയക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഏറ്റവും സാധാരണക്കാരനായ ഒരാൾ, ഇപ്പം നമുക്കറിയാം ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചു പോകുന്ന ആളെ എറിഞ്ഞു വീഴ്ത്തുന്ന പോലീസ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചീട്ട് കളിക്കുന്ന 4 ആൾ കൂടി ഇരുന്ന് ചീട്ട് കളിക്കുന്ന, ഇതൊന്നും കുറ്റകൃത്യമല്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിനെ നേരിടേണ്ട രീതി പോലീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരെ പുറകെ ഓടിച്ച് അവരെ കുളത്തിൽ വീഴ്ത്തുന്നു, പുഴയിൽ ചാടിയ ആളുകൾ മരിക്കുന്നു, കിണറ്റിൽ വീണ ആളുകൾ മരിക്കുന്നു. എന്നിട്ടും കേരള പോലീസ് എന്തോ വലിയ സംഭവമാണെന്ന് അവർ സ്വയം ധരിച്ചു വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉള്ളിലൊരു ഭയം മാത്രം സൃഷ്ടിക്കാൻ മാത്രമാണ് കഴിയുന്നത്. മൈത്രി പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പോലീസിൻ്റെ അകത്ത് വലിയ നവീകരണങ്ങൾ പോലീസിൻ്റെ അകത്ത് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് പോലീസിൽ നിന്ന് കേരള പോലീസിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ അടിയന്തരാവസ്ഥ മുതൽ 70 മുതൽ ഇങ്ങനെ 70-75 മുതൽ ഇങ്ങോട്ട് ഈ 2025 വരെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പോലീസിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ല. കേരള പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളത് കേരള പോലീസിൽ വലിയ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും കേരള പോലീസിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഉണ്ടാകുന്നത്. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവം, കാട്ടിൽ കയറി പോലും അതൊരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഈ കുന്നംകുളത്തുള്ള യുവാവിനെതിരെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന 4-5 വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം മദ്യം കഴിച്ച് അസഭ്യം പറഞ്ഞു, എസ് ഐ നുഐമാൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് അയാൾ പൊട്ടിച്ചു, അയാൾ ആക്രമിച്ചു എന്നതുൾപ്പെടെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പരിശോധനയിൽ പക്ഷേ മദ്യം അകത്ത് ചെന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അതേസമയം തന്നെ ഇവർക്ക് പോലീസിന് താല്പര്യമുള്ള സ്വാധീനമുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വാധീനമുള്ളവരും പണം വാരിയെറിഞ്ഞും ഇന്നും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെയാണ് കേരള പോലീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റാം വെങ്കിട്ടരാമൻ, അതായത് നമ്മളെ ശ്രീറാം വെങ്കിട്ടരാമൻ, ബഷീർ എന്ന മാധ്യമപ്രവർത്തകനെ ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിശോധന വന്നപ്പോൾ പോലീസ് ഏത് പക്ഷത്താണ് നിന്നതെന്ന് നമ്മൾ കണ്ടതാണ്. പൂർണ്ണമായും അയാൾ കുറ്റക്കാരനായ, അയാൾ മദ്യപിച്ചതാണെന്ന് തെളിയിക്കാനോ അയാളുടെ പരിശോധന നടത്താനോ പോലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ തയ്യാറായില്ല.
ഇങ്ങനെ പോലീസ് ഏകപക്ഷീയമായി ഒരു അധികാരവും പണവും ഉള്ളവർക്ക് വേണ്ടി ഓശാന പാടുകയും അവർക്കൊപ്പം നിൽക്കുകയും ഏറ്റവും സാധാരണക്കാരായ പൊതുപ്രവർത്തകരെയും മറ്റുള്ള പൗരന്മാരെയും അതിഭീകരമായി വേട്ടയാടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ അരാജകത്വം വളരും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര പോലീസിൻ്റെ ക്രൂരതകളുടെ കണക്കുകളുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരു വിഭാഗം ഇപ്പോഴും പോലീസിനെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊന്ന്. എങ്കിലും ഈ കാക്കിയും ബെൽറ്റും മുറുക്കിക്കൊണ്ട് തൊപ്പിയും ധരിച്ചുകൊണ്ട് നമ്മളുടെ നികുതി പണം കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ, പൗരനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് പൗരൻ്റെ ഭാഗത്ത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ തൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ള സാധാരണക്കാരെ ആക്രമിക്കാൻ പോലീസിന് ആരാണ് ഇവിടെ അധികാരം നൽകിയിട്ടുള്ളത്? പോലീസിന് അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല. പോലീസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക ക്രമസമാധാന പരിപാലനമാണ്. ആ ക്രമസമാധാന പരിപാലന ചട്ടം ഈ പറഞ്ഞ ക്രിമിനലുകളായ പോലീസുകാർ വായിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസുകാർ മുഴുവൻ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നില്ല. പക്ഷേ പോലീസിൽ നല്ലൊരു ശതമാനവും ഇത്തരത്തിൽ ക്രിമിനൽ ചിന്താഗതിയോട് കൂടിയുള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങൾ പുറത്തു വന്ന് നമ്മളെല്ലാം ആലോചിക്കേണ്ടതാണ്. എന്തായാലും അത് ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഓരോ മാനസികാവസ്ഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തടിയൂരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. പോലീസിൽ ഇപ്പോഴും തങ്ങളുടെ അധികാരം, തങ്ങളിപ്പോഴും സംഘടിതരും സായുധരുമാണ്, ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട്, അതുകൊണ്ട് ആരുടെ മേലെയും പാഞ്ഞു കയറാം, എന്തും ആവാം എന്നൊരു ധാരണ കേരള പോലീസിനുണ്ടാവുന്നത് നല്ലതല്ല. അതിൻ്റെ തിരിച്ചടികളും പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കുമെന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾ കൂടി, ഭരണകൂടം കൂടി മനസ്സിലാക്കണം എന്നതേ ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ.